ഒരു കാര്യം ചോദിക്കണ്ടേ, വൈശാഖ് ചെയ്ത പടം എല്ലാം ഭയങ്കര മാസ് മൂവീസാണ്. പക്ഷെ അതിനകത്തെ ക്യാരക്ടർ, അതായത് ദ മെയിൻ ലീഡിങ് റോൾ ചെയ്യുന്നത് എല്ലാം ആ ക്യാരക്ടറിന്റെ പേര് ഒരു സാധാ പേരുകളായിരുന്നേ. അതെന്നാ അങ്ങനെ? ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ലൈക്ക് ഇപ്പോ മുരുകൻ എന്ന് പറയുമ്പോൾ അയാള് ഈ കാട്ടിനകത്തും അതിൽ അടുത്ത് ചേർന്ന ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളാണ്. അപ്പൊ അത് അവിടെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പേര് എന്നുള്ള പോലെ സാധാരണമാക്കാൻ വേണ്ടി ഇപ്പുറത്തൊരു കുഞ്ഞു ടാഗ് കൂടെ ചേർക്കും, പുലി. അപ്പൊ പക്ഷെ ആ ഒരു മൂവി ജോസ് കറക്റ്റ്, അതിന്റെ ഫ്രണ്ടിലെ ടർബോ. പക്ഷെ ക്യാരക്ടറിന്റെ പേര് ഇച്ചിരി ആയിരിക്കും, അതൊരു കുറച്ച് ഒരു മോസ് പേരായിട്ടൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ വില്ലന്റെ പേരൊക്കെ മാസായിരിക്കും, കുറച്ച് ഹെവി ആയിരിക്കും. ഡാഡി വെട്രി വെൽഷൻ മുഖസുന്ദരം എനിമീനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ? ഓക്കെ. അതേപോലെ ഒരു കാര്യം കൂടെ ചോദിക്കണം, വൈശാഖിന്റെ പേര് എന്നാ വൈശാഖ് എന്നായത്? അത് ഞാൻ ആ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയോട്, അവിടെ വന്നപ്പോ ഈ ചാനൽ വന്നപ്പോ അതൊരു മോർണിംഗ് ഷോ ആദ്യം തുടങ്ങിയത്. അന്നപ്പോ അതിനു വേണ്ടിയിട്ടൊരു എന്താ പറയാ, അതിന് ശാലീന സുന്ദരമായ പ്രകൃതി രമണീയമായ എന്തോട് പറയാം, മലയാളം നല്ല പേര്, മലയാളിത്തമുള്ള ഒരു പേര്. അപ്പൊ സ്വന്തം പേര് എന്നതാ? സ്വന്തം പേര് ഞാൻ അന്നേരം എങ്ങനെ സ്വന്തം പേര് എബി എബ്രഹാം. അതിനകത്ത് അത് നല്ല പേരല്ലേ? നല്ല പേരാ. അപ്പൊ അതിനകത്ത് മാറ്റി അതിനെ പ്രകൃതി രമണീയമായ ഒരു പേരൊന്നും അല്ല. അതങ്ങനെ വന്നിട്ടേ പിന്നെ അങ്ങനെ വിളിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെ അതങ്ങനെ ആയി. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലിം ചെയ്യുന്നത് രണ്ടുപേരോടുകൂടിയാണ് ചോദിക്കുന്നത്. ഒരു ചെയ്യുമ്പോൾ നമുക്കൊരു ഫുൾ റിവ്യൂ ഒന്നെങ്കിൽ ആ സ്ക്രീനിൽ കാണുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എടുക്കുമ്പോഴായിരിക്കാം, എനി സീക്വൻസസ് ആയിക്കോട്ടെ, നമുക്കൊരു ചെറിയൊരു പെർട്ടിക്കുലർ പോയിന്റ് കാണും, മനസ്സിലാവും ഇത് നമ്മുടെ സെൽഫ് റിയലൈസേഷനാണ്, ഈ പടം ഇവിടെ വെച്ച് ഹിറ്റ് ആവാം. അങ്ങനെ ഒരു വിലയിരുത്തൽ നിങ്ങൾ പടത്തിൽ ചെയ്യാറുണ്ടോ? എനിക്ക് അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ഒരൊറ്റ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്തില്ലേ, അതും ആദ്യം കേൾക്കുമ്പോൾ. ഇപ്പൊ മിഥുൻ എൻ്റെ അടുത്ത് ഈ കഥ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, ഒരു നോട്ട് ഫോണിൽ കൂടെ വായിച്ചെന്ന് പറഞ്ഞില്ലേ, വോയിസ് ക്ലിപ്പായിരുന്നു. അത് കേൾക്കുമ്പോൾ ഒരു ജഡ്ജ്മെന്റ് തോന്നില്ലേ, അവിടെ എൻ്റെ ജഡ്ജ്മെന്റ് തീർന്നു. കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് ജഡ്ജ്മെന്റ് കാരണം ഞാൻ അതിനുശേഷം ഞാൻ ഇന്നായിട്ടാണല്ലോ. പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, നമ്മുടെ കുഞ്ഞാണ്. ഇപ്പൊ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് എപ്പോഴും നല്ല ക്യൂട്ടാണല്ലോ, നല്ലതാണല്ലോ, ബെസ്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് പിന്നെ ആ ജഡ്ജ്മെന്റ് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോടോ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരോടോ ഒക്കെ ചോദിക്കും. ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ ഫുൾ ആയി കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് എന്താണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരോടൊക്കെ ചോദിച്ചിട്ട് അതിൽ വേണ്ട കറക്ഷൻസും പരിപാടികളൊക്കെ ചെയ്യും. അത് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ആണെന്ന് വെച്ചോളൂ. പക്ഷെ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ അത് എനിക്ക് കഥ കേൾക്കുമ്പോഴാണ്. കഥ കേൾക്കും സെയിം സാറിന് പിന്നെ നമുക്ക് നമ്മുടെ തോട്ട് ആലോചിച്ച് അതൊന്ന് ലോക്കാക്കി നമ്മളതിലേക്ക് ഇന്നായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പ്രിയപ്പെട്ട സിനിമയാണ്. അത് അവസാന നിമിഷം വരെ നമ്മളത് നല്ലതാവുമെന്ന് വിശ്വസിക്കും, നല്ലതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഫസ്റ്റ് കട്ട് അല്ല ഒരു ഫൈനൽ കട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാമ്പിൾ മ്യൂസിക് ഇട്ട് കാണുമ്പോൾ നമുക്ക് പോയോ കിട്ടും. എനിക്ക് ഒരു ചില സമയത്ത് ആ സമയത്ത് കിട്ടാറുണ്ട് അടുത്തൊരു ജഡ്ജ്, ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത്. പക്ഷേ ആ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കഥ ലോക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരുമാതിരി എല്ലാ ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ജഡ്ജ്മെന്റ് പോകും.